നമസ്കാരം. കേരളീയ പൊതുസമൂഹത്തെയും രാഷ്ട്രീയ വൃത്തങ്ങളെയും ഒരുപോലെ പിടിച്ചുലച്ച കണിച്ചുകുളങ്ങര SNDP യൂണിയൻ സെക്രട്ടറി കെ മഹേഷിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ കേസിൽ അടിയന്തരവും നിഷ്പക്ഷവുമായിട്ടുള്ള പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രി VD സതീശന് കത്തയച്ചതോടെയാണ് ഈ വിഷയം വീണ്ടും രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുന്നത്. വർഷങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ പലവിധ ഭയങ്ങളിലായിരുന്നുവെന്ന പൊതുജനങ്ങളുടെയും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ഒക്കെ തന്നെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ. മഹേഷിൻ്റെ വിയോഗത്തിന് ഉത്തരവാദി വെള്ളാപ്പള്ളി തന്നെയാണെന്ന ഉറച്ച നിലപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും നാട്ടുകാരും തുടക്കം മുതൽക്കേ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ മുൻപ് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഈ കേസിൽ കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണമോ നടപടികളോ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് അന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നുള്ള കടുത്ത ആക്ഷേപങ്ങൾക്കിടയിലാണ് VM സുധീരൻ്റെ ഈ നിർണായകമായ ഇടപെടൽ ഇപ്പോൾ പുറത്തു വരുന്നത്. 2020 ജൂൺ മാസത്തിൽ നടന്ന കെ മഹേഷിൻ്റെ ദാരുണമായ ആത്മഹത്യയ്ക്ക് പിന്നിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ നേരിട്ടുള്ള മാനസിക പീഡനങ്ങളാണെന്ന ആരോപണം തുടക്കം മുതലേ ശക്തമായിരുന്നു. സാധാരണഗതിയിൽ ഗുരുതരമായ ഇത്തരം കേസുകളിൽ പ്രതിയാക്കപ്പെടേണ്ട വ്യക്തിയെ തൊടാൻ പോലും അന്നത്തെ പോലീസ് തയ്യാറാകാതിരുന്നത് ഭരണകൂടത്തിൻ്റെ പരസ്യമായ പിന്തുണയുള്ളതുകൊണ്ടാണെന്ന വിമർശനം വ്യാപകമായിട്ട് ഉയർന്നിരുന്നു. ജയിൽവാസവും നിയമ നടപടികളുമൊക്കെ തന്നെ നേരിടേണ്ടി വരുമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും തന്നെ രക്ഷിച്ച അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് പകരമായി രാഷ്ട്രീയമായും സാമുദായികമായും വലിയ പിന്തുണയാണ് വെള്ളാപ്പള്ളി തിരിച്ചു നൽകിയത്. ഈ ഉപകാരസ്മരണയുടെ ഭാഗമായിട്ട് പിണറായി സർക്കാരിന് തുടർച്ചയായി അധികാരം ലഭിക്കുന്നതിനായിട്ട് വെള്ളാപ്പള്ളി പരസ്യ നിലപാടുകളൊക്കെ തന്നെ സ്വീകരിക്കുകയും പ്രതിപക്ഷത്തെ നിരന്തരം കടന്നാക്രമിക്കുകയും ചെയ്തിരുന്നു. ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്ന അവസ്ഥയിൽ നിന്നും മാറിക്കൊണ്ട് സ്വന്തം വീട്ടിൽ സുരക്ഷിതമായിട്ട് കഴിയാൻ സാഹചര്യമൊരുക്കിയ ഭരണകൂടത്തോടുള്ള നന്ദി പ്രകടനമായിരുന്നു അക്കാലത്തെ വെള്ളാപ്പള്ളിയുടെ ഓരോ രാഷ്ട്രീയ നീക്കങ്ങളുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയും UDF അധികാരത്തിൽ വരികയും VD സതീശൻ മുഖ്യമന്ത്രി പദവിയിലെത്തുകയും ചെയ്തതോടുകൂടി വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് പാളിച്ച പറ്റി തുടങ്ങിയിരിക്കുകയാണ്. മുൻപ് VD സതീശനെ വ്യക്തിപരമായ അടക്കം രൂക്ഷമായി വിമർശിച്ചിരുന്ന വെള്ളാപ്പള്ളി നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തനിക്കെതിരെ ഉണ്ടായേക്കാവുന്ന നിയമ നടപടികളെ ഭയന്ന് പുതിയ സർക്കാരുമായി അനുനയത്തിന് ശ്രമിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇതിൻ്റെ ഭാഗമായി സ്വന്തം മകനെ മുഖ്യമന്ത്രിക്ക് അരികിലേക്ക് ദൂതനായിട്ട് അയക്കാനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ സ്വന്തം വസതിയിൽ സ്വീകരിക്കാനും വെള്ളാപ്പള്ളി തയ്യാറായതിന് പിന്നിൽ പണ്ട് ഒളിച്ചുവെച്ച കെ മഹേഷിൻ്റെ കേസ് വീണ്ടും വരാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു എന്ന് വ്യക്തമാണ്. താൻ നിരന്തരം വേട്ടയാടിയ UDF നേതൃത്വം അധികാരത്തിൽ ഇരിക്കുമ്പോൾ പഴയ കേസുകൾ പുനരന്വേഷിച്ചാൽ താൻ അകത്താകുമെന്ന കൃത്യമായ ബോധ്യം വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളിയുടെ ഈ പെട്ടെന്നുള്ള കൂടുമാറ്റവും സുഖിപ്പിക്കൽ തന്ത്രങ്ങളുമൊക്കെ തന്നെ അത്ര എളുപ്പത്തിൽ മറക്കാൻ കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ UDFോ തയ്യാറല്ലെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ആദർശ രാഷ്ട്രീയത്തിൻ്റെ വക്താവായ VM സുധീരൻ വെള്ളാപ്പള്ളി നടേശനെ കൃത്യമായി പൂട്ടാനുള്ള നിയമപരമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് ഇപ്പോൾ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. VD സതീശൻ തൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരിൽ ഒരാളായി കാണുന്ന വ്യക്തിയാണ് VM സുധീരൻ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം നൽകിയ ഈ കത്തിന്മേൽ സർക്കാർ അതീവ ഗൗരവകരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നത് ഉറപ്പാണ്. കത്തുകൾ നൽകുക മാത്രമല്ല, അതിൻ്റെ കൃത്യമായ ഫോളോ അപ്പുകൾ നടത്തുകയും അതിന്മേൽ എന്ത് നടപടി ഉണ്ടായി എന്ന് നിരന്തരം ചോദിക്കുകയും ചെയ്യുന്ന സുധീരൻ്റെ രീതി വെള്ളാപ്പള്ളിക്ക് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപ് UDFനെ തകർക്കാൻ സർവ്വസജ്ജമായിട്ട് നിലനിന്നിരുന്ന വെള്ളാപ്പള്ളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ VD സതീശനും VM സുധീരനും തമ്മിലുള്ള ഈ പരസ്പര വിശ്വാസവും രാഷ്ട്രീയ ബന്ധവും വലിയൊരു പ്രചോദനമായി മാറുമെന്നതിൽ സംശയമില്ല. കാര്യങ്ങളൊരു സിനിമാ കഥ പോലെ വളരെ വേഗത്തിലാണ് മാറുന്നത്. മുൻപ് രക്ഷിക്കാൻ നിന്ന പിണറായി വിജയൻ ഇപ്പോൾ അധികാരത്തിലില്ലാത്തതിനാൽ തന്നെ വെള്ളാപ്പള്ളിക്ക് ഇനി രക്ഷപ്പെടുക അസാധ്യമാകും. മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച കത്തിൽ VM സുധീരൻ വളരെ ഗൗരവമേറിയ വസ്തുതകളാണ് അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. ചേർത്തല താലൂക്ക് കണിച്ചുകുളങ്ങരയിൽ സ്വജീവിതം അവസാനിപ്പിച്ച കെ മഹേഷിൻ്റെ ഭാര്യ ശ്രീമതി ഉഷാദേവി നൽകിയ അപേക്ഷയോടൊപ്പമാണ് സുധീരൻ ഈ കത്ത് അയച്ചിട്ടുള്ളത്. SNDP യോഗത്തിൻ്റെ കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറിയും മൈക്രോ ഫൈനാൻസ് പദ്ധതിയുടെ സംസ്ഥാന കോർ കോർഡിനേറ്ററുമായിരുന്ന മഹേഷിൻ്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. മുൻപ് ഇതേ ആവശ്യം ഉന്നയിച്ച് ഉഷാദേവിയും VM സുധീരനും കഴിഞ്ഞ സർക്കാരിന് കത്തുകൾ നൽകിയിരുന്നെങ്കിലും രാഷ്ട്രീയ സ്വാധീനം കാരണം യാതൊരുവിധ ഫലപ്രദമായിട്ടുള്ള അന്വേഷണവും ഉണ്ടായില്ലെന്ന് സുധീരൻ ആ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മരണപ്പെടുന്നതിന് മുൻപ് മഹേഷൻ തയ്യാറാക്കിയ 32 പേജുള്ള വിശദമായ ആത്മഹത്യാക്കുറിപ്പിൽ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് താൻ അനുഭവിച്ച ക്രൂരമായ മാനസിക പീഡനങ്ങളെക്കുറിച്ചും വ്യാജ കേസുകളിൽ കുടുക്കി ജയിലിലാക്കുമെന്ന ഭീഷണികളെക്കുറിച്ചും കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടെന്നും ഈ കത്തിലൂടെ സുധീരൻ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. SNDP യോഗത്തിലും ട്രസ്റ്റിലും നടന്നുവരുന്ന കോടിക്കണക്കിന് രൂപയുടെ മൈക്രോ ഫൈനാൻസ് സാമ്പത്തിക ക്രമക്കേടുകളുടെയൊക്കെ തന്നെ മുഴുവൻ ഉത്തരവാദിത്വവും മഹേഷിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള വെള്ളാപ്പള്ളിയുടെ നീക്കങ്ങളാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്.
കൂടാതെ മരണ ദിവസം മഹേശൻ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആത്മഹത്യാക്കുറിപ്പ് വെള്ളാപ്പള്ളിയുടെ അവിഹിതമായ സ്വാധീനം ഉപയോഗിച്ച് പോലീസ് സേനയിലെ ചിലർ അട്ടിമറിച്ചതായിട്ടും കുടുംബത്തിന് ലഭിച്ച വിവരങ്ങൾ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് കണ്ടെടുത്ത പല സുപ്രധാന രേഖകളും തെളിവുകളും തമസ്കരിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥയാണ് ഉണ്ടായതെന്നും യഥാർത്ഥ വസ്തുതകളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടന്നില്ലെന്നും സുധീരൻ ഇവിടെ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ സത്യസന്ധരും അതോടൊപ്പം തന്നെ നിഷ്പക്ഷരും കാര്യപ്രാപ്തിയുള്ളവരുമായിട്ടുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്നും വൈകിയ വേളയിലെങ്കിലും ഇതിൽ നീതി നടപ്പാക്കിയില്ലെങ്കിൽ അത് നിയമവാഴ്ചയ്ക്ക് തന്നെ വലിയ അപമാനമായിരിക്കുമെന്നും പറഞ്ഞാണ് സുധീരൻ കത്ത് അവസാനിപ്പിക്കുന്നത്. ഇതോടെ SNDPയുടെ നേതൃത്വ കസേരയിൽ നിന്നും വെള്ളാപ്പള്ളി പുറത്തു പോകണമെന്ന ജനലക്ഷങ്ങളുടെയൊക്കെ തന്നെ ആഗ്രഹം അത് യാഥാർത്ഥ്യമാകാനായിട്ട് പോവുകയാണ്.